ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആരും പറഞ്ഞു തരാത്തൊരു ടിപ്സാണ് കേട്ടോ. ഞാൻ വീട്ടിൽ ചെയ്യുന്നൊരു സംഭവമാണ്. അത് നിങ്ങൾക്കും പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അതുപോലെ ഗ്രേപ്സും അതുപോലെ കറിവേപ്പില, കാബേജ് എല്ലാം കേടുകൂടാതെ കുറേ നാൾ വരെ സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണണം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഗ്രേപ്സ് എങ്ങനെയാണ് കുറേ നാൾ വരെ കേടുകൂടാതെ സൂക്ഷിക്കുക എന്നതാണ്. നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇതുപോലെ യോഗട്ടിൻ്റെ ഒരു എംപ്റ്റി ബോക്സാണ്. നമ്മൾ വെറുതെ കളയുന്നതാണ് ഇതുപോലത്തുള്ള ബോക്സ്. ഇതുപോലുള്ള ഒരു ബോക്സ് എടുത്ത് നമ്മൾ ഗ്രേപ്സ് കടയിൽ നിന്ന് വാങ്ങിയ ഉടനെ അതിൽ മോശമുള്ള ഗ്രേപ്സ് നമ്മൾ ഫസ്റ്റ് മാറ്റണം. കാരണം ഏത് ഫ്രൂട്ട്സ് ആയാലും അത് വേഗം മോശമാകാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് മോശമില്ല ഫ്രൂട്ട്സ് ഉണ്ടാകുമ്പോഴാണ്. ഗ്രേപ്സിൽ നിന്ന് നമ്മൾ ആ മോശമില്ല ഗ്രേപ്സ് എല്ലാം മാറ്റി വെച്ച ശേഷം കഴുകാതെ തന്നെ ഈ യോഗട്ടിൻ്റെ എംപ്റ്റി ബോക്സിലേക്ക് നമ്മൾ ഇട്ട് വെക്കുന്നു. ഇട്ട് വെച്ച് ഫുള്ള് നിറച്ച് വെക്കണ്ട. ഞാൻ ഇതുപോലെ ഒരു 5-6 ബോക്സ് ആക്കി വെച്ചിട്ടുണ്ടായിന്. ഇത് ഞാൻ ലാസ്റ്റ് ബോക്സാണ് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. അത്രയും ഫ്രഷ്നെസ്സിലുണ്ട്. അങ്ങനെ നമ്മൾ ഗ്രേപ്സ് എല്ലാം നമ്മൾ ഈ ബോക്സിലേക്ക് എംപ്റ്റി ബോക്സിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അലുമിനിയം ഫോയിൽ കൊണ്ട് നന്നായി കവർ ചെയ്യുക. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നല്ല എഫക്റ്റീവായ ടിപ്സാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിത് ഓൾമോസ്റ്റ് 2 മാസത്തിൻ്റെ അടുത്ത് ആവി. ഇത് നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന കറിവേപ്പിലയാണ്. നല്ല സൂപ്പർ ടിപ്സാണ്. ഇതെൻ്റെ ഫാദർ-ഇൻ-ലോ പറഞ്ഞു തന്നൊരു ടിപ്സാണ്. ഫ്രൂട്ട്സിലാവട്ടെ അതുപോലെ വെജിറ്റബിൾസിലാവട്ടെ ധാരാളം വിഷാംശം അടിച്ച് വരുന്നതല്ലേ. പിന്നെ ലീവ്സിൻ്റെ കാര്യം പറയ വേണ്ട, അത്രക്കും വിഷാംശം അടിച്ച് വരുന്നതാണ്. അതിലൊന്നാണ് നമ്മളെ കറിവേപ്പില. ഇത് മാസങ്ങളോളം കേടുകൂടാതെ എങ്ങനെ സൂക്ഷിക്കാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇത് ഞാൻ 2 മാസത്തോളം ഫ്രീസറിൽ വെച്ചത്. നമ്മൾ ഇപ്പോൾ വിചാരിക്കും ഫ്രീസറിൽ നിന്ന് എടുത്താണ് അത് വെള്ളമാവില്ലേന്ന്. അത് ആ ഡൗട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് യൂസ് ആക്കുന്ന വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയത്. എന്ന് പറഞ്ഞാൽ നമ്മൾ മഞ്ഞളും എന്തായാലും മഞ്ഞളും വെള്ളത്തിൽ കലക്കി ഒന്ന് സോക്ക് ചെയ്ത് വെക്കുമല്ലോ. എന്തും അങ്ങനെയല്ല വാഷ് ചെയ്യല്. ഞാൻ അങ്ങനെയാണ് വാഷ് ചെയ്യൽ. അതുപോലെ ഞാൻ ഈ കറിവേപ്പില അങ്ങനെ കുറച്ച് സമയം സോക്ക് ചെയ്ത് അത് നന്നായി വാഷാക്കി വെള്ളമെല്ലാം ആറ്റിയെടുത്ത ശേഷം ഇതുപോലുള്ള ഒരു ബോക്സിലാക്കി ഫ്രീസറിൽ വെച്ചു. അപ്പോൾ ആവശ്യാനുസരണം നമ്മൾ ഫ്രീസറിൻ്റെ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സൂപ്പർ ഫ്രഷ്നെസ്സോടെ നമുക്ക് മാസങ്ങളോളം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ക്യാബേജ് ഇതെല്ലാം ഈ അലുമിനിയം ഫോയിൽ നമ്മൾ നല്ല കവറായത് വെച്ചാൽ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ താഴെ കവർ ചെയ്ത് വെച്ചാൽ നല്ല ഫ്രഷ്നെസ്സോടെ നമുക്ക് യൂസ് ചെയ്യാം. ഏത് വെജിറ്റബിൾസ് കൂട്ടാം. കറിവേപ്പില ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ. ആ സമയം നമ്മൾ യൂസാക്കിയ ശേഷം അതേപോലെ ഫ്രീസറിൽ എടുത്ത് വെക്കണം. നമുക്ക് മാസങ്ങളോളം കേടുകൂടാതെ ഫ്രഷ്നെസ്സിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്തണം. കാരണം ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.